അടിമാലി ടൗണിൽ കാംകോ ജംഗ്ഷന് സമീപം രാത്രികാലത്ത് വീടുകളിൽ അപരിചിതന്റെ സാന്നിധ്യമുണ്ടായത് ആശങ്കയുയർത്തി. മോഷണം ലക്ഷ്യമിട്ടയാൾ വീടുകളിൽ കയറിയതായാണ് പ്രദേശവാസികളുടെ സംശയം. ബഹളമുണ്ടാക്കി ആളുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസും സ്ഥലത്തെത്തി. ഇന്ന് പുലർച്ചെ 12:45 അടിമാലി ടൗണിൽ കാംകോ ജംഗ്ഷന് സമീപമുള്ള പാലക്കാമുറി ബിജുവിൻ്റെ വീട്ടിൽ അജ്ഞാതൻ എത്തിയത്. വീടിൻ്റെ സിറ്റൗട്ടിലൂടെ കയറിയ ഇയാൾ വീടിൻ്റെ ഒരു വശത്തെ ജനാലക്കരികിലെത്തി മുറിക്കുള്ളിലേക്ക് ലൈറ്റ് അടിച്ച് പരിശോധിച്ചു. ഈ സമയം വെളിച്ചം കണ്ട് ബിജുവും കുടുംബവും ഉണർന്നു. സിറ്റൗട്ടിൽ തിരികെ എത്തിയ അജ്ഞാതൻ വീടിൻ്റെ മുൻഭാഗത്തെ ജനാലയിലൂടെ വീണ്ടും ലൈറ്റ് അടിച്ച് പരിശോധന നടത്തി. പിന്നീട് അയാൾ ബിജുവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി സമീപത്തെ മറ്റൊരു വീടിൻ്റെ സിറ്റൗട്ടിലെത്തുകയും ജനാല തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം ബിജു വീടിന് പുറത്തിറങ്ങി ബഹളമുണ്ടാക്കി. ഇതോടെ അജ്ഞാതൻ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി ഒരു 12:45 സമയത്താണ് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. പക്ഷേ വൈഫ് ഈ ജനലിലൂടെ മൊബൈൽ വെട്ടം വെച്ച് നോക്കുന്നില്ല, കട്ടൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വെട്ടം കാണാണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കറങ്ങി നോക്കുക. എന്താണെന്നറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഞാൻ നോക്കി. അത് കുറച്ച് നേരം 5 മിനിറ്റ് നേരം അവിടെ നിന്ന് വട്ടം കറങ്ങി നോക്കിയിട്ട് അടുത്ത ജനലിനടുത്തേക്ക് വന്നു, ഫ്രണ്ടിലേക്ക് വീടിൻ്റെ ഇവിടെ ഈ ജനലിൽ വന്ന് നോക്കി. അവിടെയും വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളെ കാണുന്നില്ല, നമുക്കും കാണാൻ പറ്റില്ല. പക്ഷേ അവന് മോഹം എനിക്ക് വൃത്തമല്ല, ഒരു പാൻറ്റ് ഇട്ടിട്ടുണ്ട്, ടീഷർട്ടാണ് ബ്ലാക്ക്. തൊട്ടടുത്ത് വന്നിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുവാണ് ഇതെല്ലാം നോക്കിയിട്ട്. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി അടുത്ത വീട്ടിലേക്ക്, ഇതേ വീട്ടിലേക്ക് പോയി. ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ജനൽ പതുക്കെ തുറന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാതിൽ തുറന്ന് കൊളുത്തെടുക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് പുള്ളി ഇറങ്ങി ഒറ്റ ഓട്ടം. പെട്ടെന്ന് തന്നെ ഞാൻ കള്ളം ഞാനും പെണ്ണുമ്പളെ പോയി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കത്തോളം കൊട്ടപ്പഞ്ഞാലും ആളുകൾ എണീറ്റ് വന്നിട്ട് ഞങ്ങൾ പുറകെ സിറ്റി വരെ പോയി നോക്കി, കാണാൻ പറ്റിയില്ല. അവിടെയുള്ള 2-3 ക്യാമറ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ല. വില്ലേജ് ഭാഗത്തിലേക്കാണ് പോയേക്കണേ. 1/2 മണിക്കൂറിനുള്ളിൽ പോലീസ് വരികയും ചെയ്തു. പോലീസിൽ വിളിച്ച് പറഞ്ഞു, അവർ വന്നു, അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ. ബഹളം കേട്ടുടർന്ന് സമീപവാസികൾ ചേർന്ന് അജ്ഞാതനെ പിന്തുടർന്ന് പിറകെ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല. കാംകോ ജംഗ്ഷനിലും ഇവർ പരിശോധന നടത്തി. പിന്നീട് വിവരം പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു. നിറയെ വീടുകളുള്ള പ്രദേശമാണിവിടം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.